നമസ്കാരം. നെയ്യാറ്റിൻകരയിലെ ഗോപൻ സ്വാമി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇന്ന് രാവിലെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. എന്താണ് ഗോപൻ സ്വാമിക്ക് ശരിക്കും സംഭവിച്ചത്? അപ്പോൾ ഗോപൻ സ്വാമി പറഞ്ഞതും ഗോപൻ സ്വാമിയുടെ മക്കൾ പറഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങൾ സത്യമാണോ? അദ്ദേഹം ശരിക്കും തന്നെ സമാധിയായതാണോ? ഹൃദയം വാൽവിൽ 2 ബ്ലോക്ക് ഉണ്ടായിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. പ്രമേഹം ബാധിച്ച് കാലുകളിൽ മുറിവുണ്ടതായതും അസുഖങ്ങൾ മരണകാരണമായോ എന്ന് വ്യക്തമാക്കാൻ ആന്തരിക പരിശോധനാ ഫലം പുറത്തുവരണമെന്നും പറയുന്നു. ഇനി അറിയേണ്ടത് മരിച്ച ശേഷമാണോ ഗോപൻ സ്വാമിയെ മകൻ സമാധിയിരുത്തിയത് എന്നാണ്. ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച രാവിലെ 7 മണിയോടെയാണ് വിവാദമായ ഗോപൻ സ്വാമിയുടെ സമാധിയിടം പൊളിച്ചു തുടങ്ങിയത്. സബ് കളക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലായിരുന്നു നടപടി. സ്ലാബ് പൊളിച്ചു മാറ്റിയതിനു പിന്നാലെ കല്ലറയ്ക്കുള്ളിൽ തന്നെ ഇരിക്കുന്ന നിലയിലെ മൃതദേഹം കണ്ടെത്തുകയും ചെയ്തു. കല്ലറയ്ക്കുള്ളിൽ മൃതദേഹത്തിന്റെ നെഞ്ചുവരെയും ഭസ്മവും പൂജാദ്രവ്യങ്ങളും കൊണ്ട് നിറച്ച നിലയിലായിരുന്നു എന്നാണ് പറയുന്നത്. തുടർന്ന് മൃതദേഹം കല്ലറയ്ക്കുള്ളിൽ നിന്ന് പുറത്തെടുത്ത് ഇൻക്വസ്റ്റ് നടത്തി. മൃതദേഹം പൂർണ്ണമായും അഴുക്കില്ലാതെയായിട്ടാണ് ഉണ്ടായതെന്നും മെഡിക്കൽ കോളേജിൽ വെച്ച് തന്നെയാണ് പോസ്റ്റ്മോർട്ടം നടത്തിയതെന്നുമാണ് തീരുമാനിക്കുന്നതെന്നും പറയുന്നു. തുടർന്ന് മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. ഗോപൻ സ്വാമിയുടെ മകനെയും പോലീസ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഉച്ചയോടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയതിനു ശേഷം തന്നെയാണ് കൊണ്ടുവന്നത്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോകുന്നതിന് സബ് കളക്ടറും മുമ്പ് പോലീസ് ഉദ്യോഗസ്ഥരും ഗോപൻ സ്വാമിയുടെ കുടുംബവുമായി കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. കുടുംബാംഗങ്ങളെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയാണ് സബ് കളക്ടർ OV ആൽഫ്രഡ് മാധ്യമങ്ങളോട് പറഞ്ഞ വാക്കുകളിൽ പറയുന്നത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം വീട്ടുകാർക്ക് വിട്ടുകൊടുക്കുകയായിരുന്നു. കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെ 11ഓടെയായിരുന്നു ഈ സംഭവം. കഴിഞ്ഞ തിങ്കളാഴ്ചയോടെ രാവിലെ 11ഓടെ RTOയും DYSPയും മുറ്റത്തെത്തിയിരുന്നു. കല്ലറ തുറക്കാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ ഹിന്ദു ഐക്യവേദിയും VSDP സംഘടനാ നേതാക്കളും കുടുംബവും കടുത്ത എതിർപ്പ് പ്രകടിപ്പിച്ചതോടെ ഇത് സംഘർഷാവസ്ഥ ഒഴിവാക്കാനായി ഉദ്യോഗസ്ഥർ മടങ്ങുകയായിരുന്നു. കല്ലറ പരിശോധിക്കാനുള്ള RTOയുടെ ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം ഹൈക്കോടതി ഇന്നലെ അംഗീകരിച്ചില്ല. തുടർന്നാണ് ഇന്ന് പുലർച്ചെ വന്ന് പോലീസ് തന്നെ സന്നാഹം ഗോപന്റെ വീട്ടിലെത്തിയത്. കല്ലറ തുറക്കുന്നതിന് സമീപം നിൽക്കണമെന്നായിരുന്നു തന്നോട് ആവശ്യപ്പെട്ടതെങ്കിലും താൻ തയ്യാറായില്ല എന്നാണ് ഗോപന്റെ മകൻ സനന്ദൻ പറഞ്ഞത്. പുതിയ കല്ലറ പണിത ശേഷം സന്യാസിമാരുടെ സാന്നിധ്യത്തിൽ നടത്തിയ ചടങ്ങുകൾക്ക് ശേഷമായിരുന്നു സമാധി രൂപത്തിൽ സംസ്കാരം. ചടങ്ങിൽ ഗോപന്റെ 2 മക്കളും പങ്കെടുത്തു. ഗോപന്റെ ആന്തരിക അവയവങ്ങളുടെയും രാസ പരിശോധനാ ഫലം വന്ന ശേഷം മാത്രമേ ദുരൂഹതകളിൽ നിന്ന് പോലീസ് തുടരന്വേഷണം ലഭിക്കൂ. പൊളിച്ച കല്ലറയ്ക്ക് പകരം പുതിയ കല്ലറ തീർത്തായിരുന്നു ചടങ്ങുകളൊക്കെ തന്നെയും നടന്നത്. നെയ്യാറ്റിൻകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് നാമജപയാത്രയാണ് മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുപോയത്. സംസ്കാര ചടങ്ങിൽ വിഷ്ണുപുരം ചന്ദ്രശേഖർ അടക്കമുള്ള ഹിന്ദു സംഘടനാ നേതാക്കളും പങ്കെടുത്തു. സമാധി വിഷയം വിവാദമായപ്പോൾ ഒരു വിഭാഗത്തിനെതിരെ നടത്തിയ പരാമർശങ്ങളിൽ മാപ്പ് ചോദിക്കുന്നുവെന്ന് ഗോപന്റെ മകൻ തന്നെ സനന്ദൻ പറഞ്ഞിരുന്നു. അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കുമെന്നും സനന്ദൻ പറഞ്ഞു. മരണത്തിൽ വിവാദങ്ങൾ ഉയർന്നതിനെ തുടർന്ന് സമാധിയായെന്നും മക്കൾ അവകാശപ്പെട്ട ഗോപന്റെ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടത്തിനായി തന്നെ ക്ഷതങ്ങളോ മുറിവുകളോ ഉണ്ടായിരുന്നില്ല എന്നും പറയുന്നു. കല്ലറയിൽ ഇരിക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത്. ഭസ്മവും പൂജാദ്രവ്യങ്ങളും കല്ലറയിൽ നിന്ന് നെഞ്ചുവരെ ഭസ്മം തന്നെ മൂടിയിട്ടുണ്ടായിരുന്നു. ശ്വാസകോശത്തിൽ ഭസ്മം കണ്ടെത്തിയാൽ പോലീസ് അന്വേഷണം കളിപ്പിക്കുമെന്നാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും സൂക്ഷിക്കണമെന്ന് പറയുന്നുണ്ട്. മക്കൾക്കെതിരെ തന്നെയായിരിക്കും കേസ് ഭൂരിഭാഗമായി ഇത് കടുപ്പിച്ചാൽ വരുന്നതെന്നും പറയുന്നുണ്ട്.